ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ ചാനൽ. ഇന്ന് നമുക്ക് വീട്ടിൽ നിന്ന് തന്നെ എളുപ്പത്തിൽ എങ്ങനെ ഒരു ബർഗർ ഉണ്ടാക്കാൻ നോക്കാം. അപ്പോൾ റെസിപ്പിയിലേക്ക് കടക്കുന്നതിന് മുന്നേ നിങ്ങൾ എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ബട്ടൺ ക്ലിക്ക് ചെയ്യണേ. അതിനോടൊപ്പമുള്ള ബെൽ ബട്ടൺ കൂടി ക്ലിക്ക് ചെയ്താൽ ഞാനിടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കും. അപ്പോൾ ബർഗർ ഉണ്ടാക്കാനായി ആദ്യം ഞാൻ ചിക്കൻ ഫ്രൈ ചെയ്യുകയാണ്. അതിന് വേണ്ടിയിട്ട് ചിക്കൻ മാരിനേറ്റ് ചെയ്യണം. ഇതൊരു ബ്രസ്റ്റ് പീസിൻ്റെ ഹാഫ് സൈസ് നേരിയതായിട്ട് സ്ലൈസ് ചെയ്തെടുത്തതാണ്. ഇനി നമുക്ക് മാരിനേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള മിക്സ് തയ്യാറാക്കാം. അതിനായി ഞാനിവിടെ ഒരു ബൗളിലേക്ക് 1 ടീസ്പൂണോളം ചില്ലി പൗഡറും 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 1/2 ടീസ്പൂണോളം കുരുമുളക് പൊടിയും 1 ടീസ്പൂൺ വൈറ്റ് വിനാഗറും 1 ടീസ്പൂണോളം സോയാ സോസും എടുത്തിട്ടുണ്ട്. ഇത് നമുക്കൊന്ന് നന്നായി മിക്സ് ചെയ്തെടുക്കാം. 1/2 ടീസ്പൂണോളം ഉപ്പ് എടുത്തിട്ടുണ്ട്. ഉപ്പ് നിങ്ങൾക്ക് ആവശ്യത്തിന് ഉപയോഗിക്കാം കേട്ടോ, നിങ്ങളുടെ ഉപ്പിൻ്റെ ഇഷ്ടത്തിനനുസരിച്ച്. ഇപ്പം നല്ല മിക്സ് തയ്യാറായിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മുടെ ചിക്കൻ ഇതിലിട്ടിട്ട് നന്നായി മാരിനേറ്റ് ചെയ്ത് വെക്കാം. ഇതൊരു അരമണിക്കൂറോളം നമുക്ക് റെസ്റ്റ് ചെയ്യാൻ വെക്കണം. ഇപ്പം നന്നായി മാരിനേറ്റ് ചെയ്തിട്ടുണ്ട്. നമുക്കിത് അരമണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വെക്കാം. അപ്പോൾ നമുക്ക് ചിക്കൻ ഫ്രൈ ചെയ്യുന്നതിന് മുന്നേ കോട്ട് ചെയ്യാനുള്ള കോട്ട് മിക്സ് തയ്യാറാക്കാം. അതിനായി ഞാനിവിടെ ഒരു 1/4 കപ്പോളം ബ്രെഡ് ക്രംസ് എടുത്തിട്ടുണ്ട്. പിന്നെ 1/4 കപ്പോളം കോൺഫ്ലെക്സ് പൊടിച്ചത് എടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് വേണമെങ്കിൽ കോൺഫ്ലവർ എടുക്കാം. പിന്നെ 1/4 കപ്പോളം മൈദയും കൂടി എടുത്തിട്ടുണ്ട്. ഇതിന് നമുക്ക് ഒന്ന് നന്നായി മിക്സ് ചെയ്യാം. അതിനായി ഞാനിവിടെ ഒരു പാത്രം എടുത്തിട്ടുണ്ട്. അതിലേക്ക് ബ്രെഡ് ക്രംസും കോൺഫ്ലെക്സും മൈദയും കൂടി നന്നായി മിക്സ് ചെയ്യുന്നുണ്ട്. അപ്പോഴത്തേക്ക് നമ്മുടെ കോട്ടിങ്ങിന് വേണ്ടിയിട്ടുള്ള മിക്സ് തയ്യാറാവും. ഇനി നമുക്ക് ചിക്കൻ ഒന്ന് പൊരിക്കുന്നതിന് ഡിപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് കോട്ട് ചെയ്യുന്നതിന് മുന്നേ ഡിപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള മുട്ട മിക്സ്ചർ തയ്യാറാക്കണം. അതിനായി ഞാനിവിടെ ഒരു ബൗളിലേക്ക് ഒരു മുട്ട എടുത്തിട്ടുണ്ട്. അതിലേക്ക് 1/4 ടീസ്പൂണോളം ഉപ്പ് ചേർക്കുന്നുണ്ട്. പിന്നെ ഒരു 1/4 ടീസ്പൂണോളം കുരുമുളക് പൊടിയും ചേർക്കുന്നുണ്ട്. അതൊക്കെ ഉപ്പിൻ്റെയൊക്കെ അളവ് നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ചിടാം. നിങ്ങൾ എടുക്കുന്ന ചിക്കൻ പീസിനനുസരിച്ചിട്ട് കോട്ടിൻ്റെയും ഡിപ്പിൻ്റെയും ഒക്കെ അളവ് നിങ്ങൾക്ക് കൂട്ടുകയും കുറയ്ക്കുകയും ചെയ്യാം. ഇനി നമുക്ക് ഇപ്പോൾ ചിക്കനൊക്കെ അരമണിക്കൂർ റെസ്റ്റ് ചെയ്ത് നല്ലവണ്ണം മാരിനേഷനൊക്കെ പിടിച്ചിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് കോട്ട് ചെയ്തെടുക്കാം. അതിനായിട്ട് മുട്ട മിക്സറിൽ മുക്കി നമ്മുടെ കോട്ടിംഗ് മിക്സറിൽ മുക്കി വീണ്ടും ഒന്നുകൂടി മുട്ട മിക്സറിൽ മുക്കി കോട്ട് മിക്സർ ചെയ്ത് നന്നായി കോട്ട് ചെയ്തെടുക്കണം. അപ്പോൾ ഇത് നന്നായി കോട്ട് ചെയ്തിട്ടുണ്ട്. ഇങ്ങനെ തന്നെ നമുക്ക് എല്ലാ പീസും ഇങ്ങനെ കോട്ട് ചെയ്തെടുക്കാം. ഇപ്പോൾ ഞാനിവിടെ എല്ലാ പീസും കോട്ട് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്രൈ ചെയ്യാം. അതിനായിട്ട് ഞാനിവിടെ ഒരു പാനിൽ കുറച്ച് ഓയിൽ എടുത്ത് വെച്ചിട്ടുണ്ട്. നന്നായി ഡീപ്പ് ഫ്രൈ ചെയ്യണം. അപ്പോൾ എണ്ണ നല്ല ചൂടാകുന്ന സമയത്ത് നമുക്ക് ചിക്കൻ ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. നമ്മുടെ ഫ്രൈഡ് ചിക്കൻ്റെയൊക്കെ ഒരു ടേസ്റ്റിലാണ് ഈ ചിക്കൻ ഫ്രൈ ചെയ്തെടുക്കേണ്ടത്. അപ്പോൾ എണ്ണ നന്നായി ചൂടായിട്ടുണ്ട്. ഞാനിപ്പോൾ ചിക്കൻ ഇതിലേക്കിട്ട് ഫ്രൈ ചെയ്തെടുക്കുകയാണ്. ഒരു 10 മിനിറ്റ് ആകുമ്പോഴത്തേക്ക് തന്നെ നന്നായി ഫ്രൈ ആയിട്ട് വരും. നല്ല ചൂട് വേണം കേട്ടോ. ആദ്യം ഇടുമ്പോൾ നല്ല ചൂടായിട്ട് പിന്നെ അതിനുശേഷം നമ്മുടെ ഫ്ലെയിം കുറച്ച് കൊടുക്കാം. ഇപ്പോൾ ഒരു 10 മിനിറ്റ് ആകുമ്പോഴത്തേക്ക് തന്നെ ചിക്കൻ നന്നായി വെന്ത് വന്നിട്ടുണ്ട്. നല്ല ക്രിസ്പി ആയിട്ട് ഫ്രൈ ആയിട്ട് വന്നിട്ടുണ്ട്. എല്ലാ സൈഡൊക്കെ വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് എടുക്കാം. ഈ ചിക്കൻ ഫ്രൈ ചെയ്തെടുക്കുക എന്നുള്ളത് മാത്രമാണ് ഈ ബർഗറിലെ മെയിൻ പണി. പെട്ടെന്ന് നമുക്ക് തയ്യാറാക്കാം. കുട്ടികൾക്കൊക്കെ നല്ല ഇഷ്ടമാവും. നല്ലൊരു KFCൻ്റെ ഒക്കെ ടേസ്റ്റ് ആയതുകൊണ്ട് കുട്ടികൾക്കൊക്കെ നല്ല ഇഷ്ടമാവും. ഇനി ബർഗർ തയ്യാറാക്കാൻ വേണ്ടിയിട്ട് ഒരു സോസ് കൂടി തയ്യാറാക്കണം. അപ്പോൾ ഇനി നമുക്ക് സോസ് തയ്യാറാക്കാം. അതിനായി ഞാനിവിടെ മയോണീസ് എടുത്തിട്ടുള്ളത് 2 ടേബിൾ സ്പൂണോളം മയോണീസ് എടുത്തിട്ടുണ്ട്. അതിലേക്ക് 1 ടേബിൾ സ്പൂണോളം ടൊമാറ്റോ കെച്ചപ്പും കൂടി മിക്സ് ചെയ്യുന്നുണ്ട്. അതാണ് ഞാൻ ഇന്നത്തെ ബർഗറിന് യൂസ് ചെയ്യുന്ന സോസായിട്ട് യൂസ് ചെയ്യുന്നത്. ഈ മിക്സ്ചറാണ്. അപ്പോൾ ഇനി നമുക്ക് ബർഗർ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ബർഗർ ബൺ എടുക്കാം. ഇത് ഒരു ഷോപ്പിൽ നിന്നൊക്കെ നമുക്ക് വാങ്ങിക്കാൻ കിട്ടുന്ന ബർഗർ ബന്നെന്ന് പറഞ്ഞിട്ട് വാങ്ങിക്കാൻ കിട്ടുന്ന ബന്നാണ്. കട്ട് ചെയ്തതും കിട്ടും. ഇതിപ്പോൾ ഇങ്ങനെ ഞാനിപ്പോൾ കട്ട് ചെയ്തെടുക്കുകയാണ്. ഒരു മീഡിയം സൈസിലുള്ളതാണ്. ഇനി ഇതിലേക്ക് നമുക്ക് ആദ്യം തന്നെ നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ച സോസ് ആക്കി കൊടുക്കാം. അതിന് മുകളിൽ നമുക്ക് ടൊമാറ്റോ വെച്ച് കൊടുക്കാം. നമുക്ക് വേണ്ടിയുള്ള വെജിറ്റബിൾസ് വെച്ച് കൊടുക്കാം കേട്ടോ. അതിനുശേഷം ചിക്കൻ വെച്ച് കൊടുക്കാം. അതിനുശേഷം നമുക്ക് ചീസിൻ്റെ സ്ലൈസ് ചീസ് ഒന്ന് വെച്ച് കൊടുക്കാം. ചിക്കൻ ചൂടുള്ളത് കൊണ്ട് തന്നെ ചീസ് മെൽട്ടായിട്ട് വരും. അതിനുശേഷം മറ്റേ പീസിൻ്റെ ബന്നിൻ്റെ മറ്റേ പീസിലേക്കും കൂടി സോസ് ഒഴിച്ചു കൊടുത്തിട്ട് നമുക്കിതൊന്ന് നന്നായി സെറ്റ് ചെയ്ത് കൊടുക്കാം. ഇപ്പോൾ നമ്മുടെ ഈസി ആയിട്ടുള്ള നമ്മളെ ബർഗർ റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കിയിട്ട് അഭിപ്രായം അറിയിക്കുക. ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. മറ്റൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ ബൈ ബൈ. താങ്ക് യു ഫോർ വാച്ചിങ്.